ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് H1B വിസ ഉടമകൾ ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി നേരിടുകയാണ്. ഓഫീസിലും പൊതുസ്ഥലങ്ങളിലും മാത്രമല്ല, ഇപ്പോൾ സ്വന്തം വീടിന്റെ മുന്നിൽ പോലും സുരക്ഷിതരല്ല എന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. അപരിചിതരായ ചില വ്യക്തികൾ H1B ജീവനക്കാരുടെ അപ്പാർട്ട്മെന്റുകളിൽ എത്തി അവരെ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപരമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകർ ഈ സംഭവത്തിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യുഎസിൽ ഇമിഗ്രേഷൻ വിരുദ്ധ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വ്യക്തികളോ സംഘടിതമായി H1B ജീവനക്കാരെ ലക്ഷ്യം വെക്കുകയാണ്. ഇവർ ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയോ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയകളിൽ വെച്ചോ അവരുടെ വീഡിയോകൾ എടുക്കുകയും തത്സമയം സോഷ്യൽ മീഡിയയിൽ സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. ഇവർ കേവലം വീഡിയോ എടുക്കുക മാത്രമല്ല, നിങ്ങളുടെ ഇമിഗ്രേഷൻ രേഖകൾ ആവശ്യപ്പെടുകയും ജോലി സംബന്ധമായ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ജീവനക്കാരെ ഭയപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്യുന്ന രീതിയാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മുമ്പ് ഇത്തരം സംഭവങ്ങളിൽ ജോലി സ്ഥലങ്ങളിലോ പൊതുവേദികളിലോ ആണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് സ്വകാര്യ താമസ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ വിഷയത്തിൽ RN ലോ ഗ്രൂപ്പിലെ പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകരായ രാഹുൽ റെഡ്ഡിയും എമിലി ന്യൂമാനും നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലാണ് ഈ വിഷയത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ വാതിലിൽ ആരെങ്കിലും മുട്ടിയാൽ അത് ആരാണെന്ന് ഉറപ്പില്ലാതെ വാതിൽ തുറക്കരുത്. റിംഗ് ക്യാമറയോ മറ്റ് സെക്യൂരിറ്റി സിസ്റ്റമോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് പുറത്തുള്ളത് ആരാണെന്ന് പരിശോധിക്കുക. ഈ വരുന്നത് ICE അല്ലെങ്കിൽ FDNS ഉദ്യോഗസ്ഥർ അല്ലെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സാധാരണ പൗരന് നിങ്ങളുടെ ഇമിഗ്രേഷൻ രേഖകൾ പരിശോധിക്കാനോ നിങ്ങളെ ചോദ്യം ചെയ്യാനോ ഒരു അധികാരവുമില്ല. അവർ നിങ്ങളുടെ സ്വകാര്യ ഇടത്തേക്ക് അതിക്രമിച്ചു കയറുന്നത് നിയമവിരുദ്ധമാണ്. ഇത്തരക്കാരുമായി തർക്കിക്കാനോ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനോ നിൽക്കരുത്. നിങ്ങൾ വാതിൽ തുറന്നു പോയെങ്കിൽ ഉടൻ തന്നെ തിരികെ കയറി വാതിലടയ്ക്കുക. അവരോട് മറുപടി പറയേണ്ട യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. തൊഴിലുടമ സൂക്ഷിക്കേണ്ട രേഖകളായ LCA, അതായത് ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് ആക്സസ് ഫയലുകൾ തുടങ്ങിയവ കാണിച്ചു കൊടുക്കാൻ ജീവനക്കാരൻ ബാധ്യസ്ഥനല്ല. ഇത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ അകപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ പുറത്തുള്ള വ്യക്തിയുടെ വീഡിയോ, വണ്ടി നമ്പർ, അവർ പറയുന്ന കാര്യങ്ങൾ എന്നിവ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റിനെയോ സെക്യൂരിറ്റിയെയോ ഉടൻ വിളിക്കുക. അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ ലോക്കൽ പോലീസിനെ വിവരം അറിയിക്കാൻ മറക്കരുത് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതുപോലെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഇമിഗ്രേഷൻ അഭിഭാഷകനെയും തൊഴിലുടമയെയും അറിയിക്കുക. ഇത്തരക്കാർ വരുന്നത് നിങ്ങളെ അപമാനിക്കാനും ഭയപ്പെടുത്താനുമാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ നിയമമുള്ളതുകൊണ്ട് തന്നെ ഭയപ്പെടരുത്. നിങ്ങളുടെ ഇമിഗ്രേഷൻ രേഖകൾ കൃത്യമായിരിക്കണമെന്നും അഭിഭാഷകർ ഓർമ്മപ്പെടുത്തുന്നു. US ഇമിഗ്രേഷൻ നിയമത്തിലെ സെക്ഷൻ 212A6C പ്രകാരം വ്യാജമായ വിവരങ്ങൾ നൽകുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. വിസ അപേക്ഷകളിലെ ചെറിയ തെറ്റുകൾ, അതായത് കഴിഞ്ഞ കാലത്തെ അറസ്റ്റുകൾ മറച്ചുവെക്കുകയോ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ഗ്രീൻ കാർഡ് അപേക്ഷകളെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. യുഎസിലെ H1B ജീവനക്കാർ ഇന്ന് നേരിടുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ കൃത്യമായ അറിവും ജാഗ്രതയും ഉണ്ടെങ്കിൽ ഇതിനെ മറികടക്കാം. ആരെങ്കിലും ക്യാമറയുമായി വന്ന് നിങ്ങളെ ചോദ്യം ചെയ്താൽ പേടിക്കരുത്. അവർക്ക് നിങ്ങളെ തൊടാൻ അധികാരമില്ല. യുഎസിലെ നിയമം നിങ്ങളെ സംരക്ഷിക്കും.